വെറുതെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. പ്രളയവും ഓഖിയും വന്നപ്പോൾ, കോവിഡും നിപ്പയും വന്നപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയോ വി.ഡി. സതീശനോ ആയിരുന്നു എങ്കിലെന്ന്, ആരോഗ്യമന്ത്രിമാർ ബിന്ദു കൃഷ്ണയോ രമ്യ ഹരിദാസോ ആയിരുന്നു എങ്കിൽ ഇത് പറയാനോ കാണാനോ ആരെങ്കിലും ഉണ്ടാകുമായിരുന്നോ? അതിന്റെ ഒരു സമീപകാല ഉദാഹരണമാണ് മുണ്ടക്കൈ ചൂരൽമല. അവിടെ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ ഈ സർക്കാർ കരുതലോടെ ചേർത്ത് പിടിച്ചു. ആ സ്ഥാനത്ത് UDF ആയിരുന്നു എങ്കിൽ എന്താകുമെന്ന് അവർ തന്നെ കാണിച്ചു തന്നു. എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ പോലും പറ്റിക്കാൻ ഒരു മനസാക്ഷിക്കുത്തും അവർക്കുണ്ടായില്ല. ആ മനുഷ്യർക്കായി എത്ര പിരിച്ചു എന്നതിന് പോലും കണക്കില്ല. കഴിഞ്ഞ 10 വർഷവും കേരളം എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോയത് മുൻപത്തേക്കാൾ ഭംഗിയോടെ പുനഃസൃഷ്ടിച്ചത് ഇച്ഛാശക്തിയുള്ള ഒരു മുന്നണിയും നേതൃത്വവും കേരളം ഭരിച്ചതുകൊണ്ടാണ്. അവിടെയാണ് എന്താണ് UDF എന്ന് 3-4 ദിവസമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 16 പാർട്ടികൾ, 100 അഭിപ്രായങ്ങൾ, തീരാത്ത തർക്കങ്ങൾ. ഒരു മുന്നണിയെ മാനേജ് ചെയ്യാൻ അറിയാത്ത ഇവർ ഒരു സ്റ്റേറ്റിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യുക?